ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കുഞ്ഞുമോൻ ചേട്ടൻ്റെ പാടിയിലാണ്. കുഞ്ഞുമോൻ ചേട്ടൻ്റെ പാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സാമ്രാജ്യമാണ്. മിന്ന കേറ്ററിങ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കേറ്ററിങ്ങിൻ്റെ പേര്. പാർട്ടി ഓർഡറുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരനാണ് കുഞ്ഞുമോൻ ചേട്ടൻ. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഒരു കല്യാണ പരിപാടിക്കാണ്. മീൻ കറിയാണ് ആദ്യം നമ്മൾ സെറ്റാക്കി വെക്കാൻ പോകുന്നത്. അങ്ങനെ മീൻ കറിയുടെ പരിപാടി നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ തന്നെ മീൻ വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ കുഞ്ഞുമോൻ ചേട്ടൻ മീൻ കറി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദം ഇട്ടാണ് പുള്ളി മീൻ കറി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കുഞ്ഞുമോൻ ചേട്ടൻ്റെ പാടി. ഇവിടെ ഒരു ചെറിയ ബോട്ടും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുഴയിൽ പായൽ പോള കയറി കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണയിൽ കിടന്ന് തിളച്ച് മറിയുകയാണ് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ പല വക സാധനങ്ങൾ കേട്ടോ. മീനൊക്കെ മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് മീൻ കട്ട് ചെയ്യേണ്ട പരിപാടികളൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, ഉലുവ, കടുക്, വറ്റൽമുളകെല്ലാം ഇട്ടത് നന്നായിട്ട് മൂപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മീനൊക്കെ കഴുകി കൊട്ടയിൽ വാരി വെള്ളം ഊറാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. മീൻ കഴുകുന്നത് നമ്മൾ കടലമാവൊക്കെ ഇട്ടാണ്. കാരണം മീനിൻ്റെ ഉളുമ്പും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കടലമാവും ഉപ്പും കൂടി ചേർത്ത് കഴുകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ മസാല ചേർക്കും. കുഞ്ഞുമോൻ ചേട്ടൻ്റെ മസാല ഒരു പ്രത്യേക മസാലയാണ്. അദ്ദേഹം പൊടികളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് തട്ടി മൂപ്പിച്ചെടുക്കണം. മസാല കൊണ്ട് കമത്തി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തട്ടിയിട്ട് മസാല നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഗ്രേവി ആദ്യം തന്നെ അങ്ങ് സെറ്റ് ചെയ്യും. ഗ്രേവി സെറ്റ് ചെയ്തിട്ട് ചെമ്പിലാണ് നമ്മൾ ഫിഷ് ദം ചെയ്തത് കേട്ടോ. ഫിഷ് ദം ചെയ്യുന്നത് നിങ്ങളാരും കണ്ടു കാണത്തില്ല ഇതുവരെ. പക്ഷേ ഈ വീഡിയോയിൽ ഫിഷ് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. അങ്ങനെ ഉരുളിയിൽ മസാല നന്നായിട്ട് മൂത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാലയുടെ മൂപ്പാണ് പാകം. ആ മൂത്ത് കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക മണം കിട്ടും കേട്ടോ. ആ മണം കിട്ടിയാൽ അറിയാം കറി എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. മസാലയുടെ മണം കിട്ടിയാലറിയാം ആ കറിയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് കുഞ്ഞുമോൻ ചേട്ടൻ കേട്ടോ. അപ്പം എല്ലാം മണം നോക്കിയാണ് പുള്ളി സെറ്റ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉരുളി കിടന്ന് ആ ഗ്രേവി മസാല എല്ലാം നന്നായിട്ട് വരളണം. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. ദം മീൻകറിയുടെ ദം ചെയ്തെടുക്കുന്ന മീൻകറിയുടെ ഒരു സെറ്റ് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ആ ഗ്രേവി മസാല നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരണം ആ മസാല. അന്നേരമാണ് ആ കറിയുടെ ആ രുചി സ്വാദൊക്കെ റെഡിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഫിഷ് കൂടുതലുള്ളതുകൊണ്ട് 2 പാത്രത്തിൽ 2 ചെമ്പിലായിട്ടാണ് കേട്ടോ ദം ചെയ്യുന്നത്. ആദ്യം തന്നെ ആ ഫിഷ് അങ്ങ് നിരത്തി പീസ് എണ്ണി. ഇപ്പോൾ കല്യാണ പാർട്ടി ആയതുകൊണ്ട് പീസൊക്കെ എണ്ണി കറക്റ്റ് കുറവ് വരാൻ പാടില്ല. അതുകൊണ്ട് പീസൊക്കെ നല്ല എണ്ണി തിട്ടപ്പെടുത്തി കുറച്ച് കൂടുതൽ പീസൊക്കെ ഇട്ട് 2 ചെമ്പിലായിട്ട് ആദ്യം ഫിഷ് അടുക്കി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുടംപുളി അതിന് മുകളിൽ നിരത്തും. കുടംപുളി നിരത്തിയിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കരിവേപ്പില എല്ലാം അതിൻ്റെ മുകളിൽ നിരത്തും. അതായത് ദം ചെയ്യുന്ന ബിരിയാണി നമ്മൾ ദം ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഗ്രേവി അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് വിറകടുപ്പിലേക്ക് കയറ്റി വെച്ച് അടച്ച് വെച്ച് നമ്മൾ ദം ചെയ്യും.
ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് അതുകൊണ്ട് ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ദം ചെയ്യുന്ന പോലെ തന്നെ ഒഴിച്ച് സെറ്റാക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിറകടുപ്പിലേക്ക് അങ്ങോട്ട് കയറ്റി വെക്കും. വിറകടുപ്പിലേക്ക് കയറ്റി വെച്ച് അധികം സമയം വേണ്ട, ഫിഷ് ആയതുകൊണ്ട്. പിന്നെ ഇതിട്ട് ചട്ട കെട്ട് ഇളക്കത്തൊന്നുമില്ല. അവിടെ ഇരുന്ന് അടച്ചു വെച്ച് അങ്ങ് ദം ചെയ്ത് സെറ്റാക്കി ഇരിക്കും. പിറ്റേന്ന് ഇത് പൊട്ടിക്കുകയുള്ളൂ കേട്ടോ. പിറ്റേന്ന് നമ്മളത് തുറന്ന് റെഡിയാക്കി എടുക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.